എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബുധനാഴ്ച സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് വിതരണം ചെയ്യുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകുന്നേരം അക്കൗണ്ടുകളിലേക്ക് എത്തും. 20-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വെബ്സൈറ്റിൽ ഇതുവരെ ഉത്തരവ് എത്തിയിട്ടില്ല. നാളെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് സാധ്യമായിരുന്നില്ല. ഭൂരിഭാഗം ആളുകൾക്കും വെള്ളി ശനി ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. അതേസമയം കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകൂ. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം പണം എത്തണം. അതുപോലെ തന്നെ ലിസ്റ്റും എത്തണം. അതിനുശേഷം അത് കട്ട് ചെയ്ത് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള ഒരു താമസം ഉണ്ടാകും. അതിൻ്റെതായ താമസം ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അല്ലാതെ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ തിങ്കളാഴ്ച വൈകുന്നേരമോ അതിനുശേഷമോ ആണ് ലഭിക്കുക എന്നുള്ളതാണ് അറിയിപ്പ്. അതോടൊപ്പം തന്നെ അടുത്ത ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. മസ്റ്ററിംഗിന് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിരക്ക് വൈകുന്തോറും തിരക്ക് അധികരിക്കുകയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. മുൻ വർഷങ്ങളിലെല്ലാം തിരക്ക് അധികരിക്കുന്ന സമയത്ത് സെർവർ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള സമയത്ത് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ആധാർ കാർഡ് ഇല്ലാത്തവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക. എന്നാൽ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക. വിരലടയാളം, കണ്ണിന്റെ പ്രിന്റ് ഇവ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത്. 2024 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെ വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത്. ഓരോ തവണ മസ്റ്ററിംഗ് നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ ബാധ്യത സർക്കാരിൽ നിന്നും കുറയാറുണ്ട്. അതിൽ കോടികളുടെ കമ്മിയും വരാറുണ്ട്. ആ ഒരു കാര്യം ലക്ഷ്യമിട്ട് തന്നെയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത്. പല പെൻഷൻ ഗുണഭോക്താക്കളും മരണപ്പെട്ടിട്ടും അവരുടെ പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള പല പരാതിയും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് വാർഷിക മസ്റ്ററിംഗ് പിന്നീട് ആരംഭിച്ചത്. ഇത് പിന്നീട് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. LDF സർക്കാർ വന്നതിന് ശേഷമാണ് വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത്. എന്തായാലും 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് 24 വരെയാണ് വാർഷിക മസ്റ്ററിംഗ്. 2 മാസത്തെ കാലതാമസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.